ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല മുല്ലപ്പൂക്കളെയാണ്, മുല്ലമൊട്ടുകളെയാണ്. ഇന്ന് വിരിയാൻ പോകുന്ന എൻ്റെ ഗാർഡനിൽ ഇന്ന് വിരിയാൻ പോകുന്ന കുറച്ച് മുല്ലമൊട്ടുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മുല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണല്ലോ മുല്ല. നല്ല വശ്യസുന്ദരമായ മണവും നല്ല നിറവും നല്ല തൂവെള്ള നിറവുമുള്ള പൂക്കളുള്ള മുല്ലച്ചെടികളെ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു സുഗന്ധം തരുന്ന ഒരു മുല്ലയാണ്. എല്ലാ മുല്ലപ്പൂക്കൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേക മണങ്ങളും ഒക്കെ ഉണ്ട്. ചില മുല്ലകൾ നല്ല വശ്യസുന്ദരങ്ങളായ മണമാണെന്നുണ്ടെങ്കിൽ ചിലതിന് രൂക്ഷഗന്ധമായിരിക്കും, ചിലതിന് ലൈറ്റ് സ്മെല്ലായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള മുല്ലപ്പൂക്കളുടെ പല വെറൈറ്റീസ് നമുക്കിന്ന് ലഭ്യമാണ്. എല്ലാ മുല്ലകളും ഒരേപോലെയല്ല, അത് വളർത്തുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. അത് എല്ലാ രീതിയിലും നല്ല വ്യത്യാസമുള്ള മുല്ലകളാണുള്ളത്. അതിൽ ഞാൻ എൻ്റെ ഗാർഡനിൽ ഇന്ന് വിരിയാൻ പോകുന്ന ഏതാനും മുല്ലമൊട്ടുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ആദ്യം നമ്മൾ കണ്ടത് കുറ്റിമുല്ലപ്പൂവാണ്. എന്നും എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്, ഒരു മുല്ലവർഗ്ഗമാണ് കുറ്റിമുല്ല എന്ന് പറയുന്നത്. അത് നല്ല വെയിൽ വേണം, നല്ല വളവും വെള്ളവും ഒക്കെ ധാരാളം വേണ്ട ഒരു ചെടിയാണ് കുറ്റിമുല്ല. അതുപോലെ തന്നെ നമ്മൾ വേറൊരു മുല്ലയാണ് ആലപ്പുഴ മുല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണം അപാരമായ സുഗന്ധമാണുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് പവിഴമല്ലിയും വേറൊരു മുല്ലവർഗ്ഗം തന്നെയാണ്. അതിന് നല്ല സുഗന്ധമാണുള്ളത്, നല്ലൊരു മണമാണുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈർക്കിലിമുല്ല എന്ന് പറയും. ഈർക്കിലിമുല്ല അതിൻ്റെ മണമാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, നല്ല സ്വീറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ് അതിനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുല്ലയാണ് ഈർക്കിലിമുല്ല. അതിപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരിനം കൂടിയാണ്. പിന്നീട് നമ്മൾ പരിചയപ്പെടുന്നത് ചെണ്ടുമുല്ലയാണ്. ഇതും വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ സാധാരണ ഇപ്പം മിക്കവാറും എല്ലായിടത്തും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ മണം, അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഗന്ധമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.